ഹലോ വെൽക്കം ഓൾ ഓഫ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആയിട്ടാണ്. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എസ്സേ ആയിട്ടോ 5 മാർക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് 2 മാർക്കായിട്ടോ 1 മാർക്കായിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗം എത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് നോട്ട് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കുക. എക്സാമിൻ്റെ തലേന്ന് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ എഴുതിയെടുക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പിന്നെ മലയാളത്തിൽ എക്സാം എഴുതുന്ന ആളുകൾക്ക് കൂടിയും കൺവീനിയൻസിനാണ് ഈ ഒരു മലയാളവും ഇംഗ്ലീഷും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള PDF-ഉം അതേപോലെ തന്നെ ക്ലാസ്സും, ഒരൊറ്റ ക്ലാസ് 1 ഹവറിന് താഴെയുള്ള ഒരൊറ്റ ക്ലാസ്സും എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള, നമ്മൾ സോഷ്യോളജിയിൽ എക്സാം എഴുതിയവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, അത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആ ഒരു PDF-ൽ നിന്നിട്ട് വന്നിട്ടുള്ളത്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്ത് തരുന്നത്, ആൻസേഴ്സും. ഓക്കെ, അപ്പോൾ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ, നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, ഇനി സ്ലേവറി എന്താണ്, അതേപോലെ തന്നെ സർപ്ലസ്, അർബനൈസേഷൻ, ഇത് മൂന്നും, ഈ ഒരു 3 ടേമും നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക നമ്മുടെ ക്ലാസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് 3ഉം കൂടിയും റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 3ഉം കൂടിയും റിലേറ്റ് ചെയ്തിട്ട് ഒരു എസ്സേ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓരോ വേർഡിൻ്റെ അല്ലെങ്കിൽ ഓരോ ടേം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് ചോദിച്ച് അല്ലെങ്കിൽ ആ ഒരു 3ഉം തമ്മിലുള്ള കണക്ഷൻ ചോദിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്ലേവറി എന്താണ്, അടിമത്തം അല്ലേ. ഒരു പൈസ തരാതെ അല്ലെങ്കിൽ നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് നമുക്കുള്ള ആ ഒരു സാലറി ഒന്നും ഇല്ലാണ്ട് വിത്തൗട്ട് പേ ആണല്ലേ, പേയ്മെൻറ്റ് ഇല്ലാതെ ഒരാളുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കീഴിൽ ഫോഴ്സ്ഫുള്ളി പണിയെടുപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, അടിമത്തമാണ് അല്ലേ. പ്രതിഫലം ഇല്ലാതെ ആളുകളെ കൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, അടിമത്തം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ അടിമകൾ വർക്ക് ചെയ്യണം. അപ്പോൾ ഇവരുടെ ആജ്ഞ പ്രകാരം, അതായത് മുകളിലുള്ള ആരാണോ അല്ലെങ്കിൽ ഈ അടിമകളെ ഓൺ ചെയ്യണത് ആരാണോ അവരുടെ ആജ്ഞ പ്രകാരം ഈ അടിമകൾ വർക്ക് ചെയ്യേണ്ടതായിട്ടും, അങ്ങനെ വർക്ക് ചെയ്യണ സമയത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ കൃഷിയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് അതിന് കണ്ടിരുന്നത് എങ്ങനെയാണ്, ഓരോരുത്തർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട്. അതല്ലാതെ ഇവരിങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഫുഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. അവർക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ ഫുഡ്, മോർ ഫുഡ്, എക്സ്ട്രാ ഫുഡ് എന്നൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഫുഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, സർപ്ലസ് ഫുഡ് എന്ന് വിളിച്ചത്. ഓക്കെ, സർപ്ലസ്, അധിക ഉൽപ്പാദനം എന്നുള്ള രീതിക്ക് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സർപ്ലസ് എന്നുള്ളതും എന്താണ് സ്ലേവറി എന്നുള്ളതും മനസ്സിലായല്ലോ. ഇനി വേറൊരു പോയിന്റ് നിങ്ങളവിടെ പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പോൾ ഈ അടിമകൾ വർക്ക് ചെയ്തിട്ട്, മെയിനായിട്ടും അടിമകൾ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു സർപ്ലസ് ഫുഡ് ഉണ്ടായി അല്ലെങ്കിൽ സർപ്ലസ് റിസോഴ്സസ് ഉണ്ടായി എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും ഈക്വലായിട്ടല്ല കിട്ടുന്നുണ്ടായിരുന്നത്. ഈ അടിമകളെ കൈവശം വെക്കുന്നത് ആരാണോ, അതായത് ആ ഒരു സൊസൈറ്റിയിൽ ഉയർന്ന പൊസിഷനിലുള്ളത് ആരാണോ അവർക്കായിരിക്കും ഈ ഒരു സമ്പത്തും അല്ലെങ്കിൽ ഇവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളും റിസോഴ്സസും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓൺലി സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ബിക്കം വെരി വെൽത്തി. അപ്പോൾ കുറഞ്ഞ ഒരു വിഭാഗം ആളുകൾ മാത്രം എന്തായിട്ട് മാറി, സമ്പന്നരായിട്ട്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ്, ആഡംബര ജീവിതം നയിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സർപ്ലസ് ഫുഡ് വന്നതിലൂടെ അല്ലെങ്കിൽ സർപ്ലസ് റിസോഴ്സ് വന്നതിലൂടെ ഇങ്ങനെയുള്ള സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ളൊരു അവസരം കൂടി ആയിരുന്നു അത് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് നമ്മൾ ആ പോയിന്റ് പറയണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ടേമിൻ്റെ താഴെയും അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കാണിക്കുന്ന പോയിന്റ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം, എഴുതി വെക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി the wealth created by taking the surplus from enslaved workers was often reinvested into cities. This money was used to build business, schools and large houses. അതായത് ഇത്രയും വലിയ സെൻറ്റൻസ് കേട്ടിട്ട് പേടിക്കേണ്ട, നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താ ഓർത്ത് വെച്ചാൽ മതി, ബിസിനസ്, സ്കൂൾസ്, ലാർജ് ഹൗസസ്, പിന്നെ അതേപോലെ തന്നെ നഗരങ്ങൾ, സിറ്റീസ്, ഈ 4 വാക്കും നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് ഈ അടിമകളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള തൊഴിലാളികൾ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന്
കൈക്കലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അത്രയും നാളത്തെ അധ്വാനം കൊണ്ട് കൈക്കലാക്കിയിട്ടുള്ള സമ്പത്ത് എപ്പോഴും ഒരു മിക്കവാറും കേസിൽ എന്താണ് നഗരങ്ങളിൽ ഇത് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഇവർ അടിമകൾ അത്രയും അധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തെല്ലാം ആർക്കാണ് ഇത് ലഭിച്ചുകൊണ്ടിരുന്നത്? അവിടെയുള്ള ഹയർ പൊസിഷനിൽ ഈ അടിമകളെ നയിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ അവിടെയുള്ള ഹയർ പൊസിഷനിൽ ആൾക്കാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഇത് എവിടെ നിക്ഷേപിക്കാനായിട്ട് തുടങ്ങി? നഗരങ്ങളിൽ നിക്ഷേപിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നഗരങ്ങളിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ ബിസിനസ്സുകളും അതേപോലെ തന്നെ സ്കൂളുകളും അതേപോലെ ഇങ്ങനെയുള്ള വലിയ വലിയ വീടുകളും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ഏത് പണം ഉപയോഗിച്ചിട്ട്? ഈ അടിമകൾ, പാവങ്ങളല്ലേ, ഈ അടിമകൾ വർക്ക് ചെയ്തിട്ടുള്ള പണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊരു കണക്ഷൻ പോയിൻ്റാണ്. മനസ്സിലായോ? ഇനി വീണ്ടും നമ്മൾ സ്ലേവറീൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലേവറിയെ കൊണ്ട് എന്തിന് ഗുണമുണ്ടായി, എന്തിനൊക്കെ രീതിക്കാണ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് പണ്ട് കാലത്ത് ആ ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന് എത്ര സമ്പത്തുണ്ട് എന്ന് നിശ്ചയിക്കുന്നത് അവിടെയുള്ള അടിമകളുടെ അനുസരിച്ചിട്ടായിരുന്നു. അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു ഈ ഒരു സ്ലേവറി അല്ലെങ്കിൽ അടിമകൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആലോചിക്കുക നിങ്ങൾ. അതായത് ഈ ഒരു സ്ലേവറി എന്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സിറ്റീസ് നിയർ ദി ഓഷ്യൻ ഗ്രോ ബിക്കോസ് ദേ ബിക്കെയിം സെൻഡേഴ്സ് ഫോർ ഷിപ്പിംഗ് ഗുഡ്സ്, മേ ബി ഗുഡ്സ് മെയ്ഡ് ബൈ എൻസ്ലേവ്ഡ് ലേബർ ലൈക്ക് റൈസ് ആൻഡ് കോട്ടൺ. അതായത് നിങ്ങൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് അവിടെ ഒരു എക്സാമ്പിൾ കൂടി എഴുതി വയ്ക്കുക. എക്സാമ്പിൾ വരുന്നത് ചാൾസ്റ്റൺ എന്ന് പറയുന്ന ഒരു സിറ്റി. ആ സിറ്റി എന്തായിട്ട് മാറിയിട്ടുണ്ട്? റിച്ചസ്റ്റ് സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അതെന്ത് കാരണമാണ് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടതായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ചരക്കുകൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള സെൻറ്റേഴ്സായിട്ട്, കേന്ദ്രങ്ങളായിട്ട് പല സിറ്റീസും, അതായത് ഇങ്ങനെ സ്ലേവറി എന്ത് ചെയ്തിട്ടുണ്ട്? പല സിറ്റീസിനെയും വളരാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ആ ഒരു വെൽത്ത് ഉണ്ടാവും, അല്ലേ, സമ്പത്ത് ഉണ്ടാവും. അപ്പോൾ ഓരോ സിറ്റിയും സമ്പത്തുള്ളതായിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അവിടെ കൊണ്ടുവരാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത്? ചാൾസ്റ്റൺ കോളനി എന്ന് പറയുന്നത്. അപ്പോൾ അത് കോളനിയിലെ ഏറ്റവും വലിയ ധനികമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നായിട്ട് മാറി എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി സ്പെഷ്യലൈസ്ഡ് അർബൻ ജോബ്സ്, അതായത് നഗരങ്ങളിൽ ഉണ്ടാവുന്ന പ്രത്യേക ജോലികൾ. ഇപ്പോൾ അടിമകൾ എന്ന് പറയുമ്പോൾ അടിമകളിനെ നമ്മൾ എന്തായിട്ടാണ് മെയിനായിട്ടും നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ടാകും. അടിമകൾ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ആജ്ഞ കേട്ട് അവർ പറയുന്ന ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആളുകൾ. ഉന്നത ഉദ്യോഗസ്ഥരാരാണ് അല്ലെങ്കിൽ അവരെ കൈവശം വെച്ചിട്ടുള്ളത് ആരാണ്? അവർ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ എക്സ്ട്രാ ഫുഡ് ഉണ്ടായി, അല്ലേ, എല്ലാവർക്കും എക്സ്ട്രാ ഫുഡ് ഉണ്ടായി. അപ്പോൾ സർപ്ലസ് റിസോഴ്സസ് വന്നു. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും ഫാമിങ്ങിലോട്ട്, എല്ലാവരും കൃഷി ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരണില്ല. കാരണം ഈ അടിമകൾ കൃഷി ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സർപ്ലസ് ആയിട്ടുള്ള റിസോഴ്സസ്, സർപ്ലസ് ആയിട്ടുള്ള ഫുഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എല്ലാവരും കൃഷി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അവിടെ വരണില്ല. അപ്പോൾ എല്ലാവരും ഫാമേഴ്സ് ആവേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തിലേക്ക് പോവാം? ഇതിന് പകരമായിട്ട് ബാക്കിയുള്ള സ്കിൽസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. കച്ചവടം പോലെയുള്ള രീതികളിൽ, അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടാനായിട്ട് സഹായിച്ചു എന്നുള്ള രീതിക്കാണ് പറയണത്. എന്ത് വന്നതുകൊണ്ടാണ് അങ്ങനെ സഹായിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഡെവലപ്മെൻറ്റ് വന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള എക്സ്ട്രാ ഫുഡ് വന്നു. അപ്പോൾ എല്ലാവരും ഫാമേഴ്സ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഫാമേഴ്സ് അല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഫാമിംഗ് എന്നുള്ളത് ചൂസ് ചെയ്യാതെ വേറെ ജോലി രീതികളും അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് സഹായിച്ചു എന്നുള്ള രീതിക്ക്. അപ്പോൾ അതും എന്താണ്? ഒരു കണക്ഷൻ പോയിൻ്റ് ആണ്, അല്ലേ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഇതിനെ റിലേറ്റ് ചെയ്ത് കണ്ട് തന്നെ, അതായത് ഇങ്ങനെ നഗരങ്ങൾ വളരെയാണ്. അപ്പോൾ സിറ്റീസ് വളരുന്നതിനനുസരിച്ചിട്ട് കുറേയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് ഇങ്ങനെ ഉള്ള അടിമകൾ, ഇപ്പം അടിമകൾ എന്ന് പറയുമ്പോൾ ഈ അടിമകളെ എങ്ങനെ നഗരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വർക്കിലോട്ട് പോവാനായിട്ട് സഹായിച്ചു. എന്ത് വളരും തോറും? നഗരങ്ങളിൽ വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരും തോറും ഇങ്ങനെയുള്ള അടിമകൾ, പാവപ്പെട്ട ജോലി ചെയ്ത് ജീവിച്ചിരുന്ന അടിമകൾക്ക് നഗരങ്ങളിലേക്ക് വന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക്, അവർക്ക് ഇഷ്ടമുള്ള രീതി മീൻസ് കുറേ കാലം എടുത്ത് ഒരു ഇവൻച്വൽ പ്രോസസ്സാണ്, അല്ലേ. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് സഹായിച്ചു എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്കവിടെ ഒരു കണക്ഷൻ പോയിൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഫാമിംഗ് അല്ല, ഫാമിംഗ് അല്ലാതെ വേറെയും കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇനി
അടുത്തൊരു പോയിന്റ് പറയാനുള്ളത് ആൻഷ്യൻറ്റ് ഏതൻസും അതേപോലെ തന്നെ ആൻഷ്യൻറ്റ് റോമും പുരാതന കാലഘട്ടത്തിലെ ഏതൻസും അതേപോലെ തന്നെ റോമിലും എന്താണ് നടന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ആക്കണം. ബിക്കോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോയിന്റ് കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള അടിമകൾ 30,000-ഓളം വരുന്ന അടിമകൾ ആൻഷ്യൻ ഏതൻസിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന കണക്ക് പ്രകാരം 30,000-ഓളം വരുന്ന അടിമകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റി ആ ഒരു പ്രദേശത്ത് ഇവർക്ക് സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഖനനങ്ങളിലൊക്കെ വെള്ളി ഖനികളിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സിറ്റീനെ അവർ താമസിക്കുന്ന ആ ഒരു നഗരത്തിൽ സാംസ്കാരികവും അതേപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള ഒരു മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇനി ആൻഷ്യൻ റോമിലാണെങ്കിലോ, അതായത് പുരാതന റോമിലാണ് എന്നുണ്ടെങ്കിൽ ഉന്നത പദവി കാണിക്കുക എന്ന് പറയണത് തന്നെ അവിടെ എത്രത്തോളം അടിമകളുണ്ട് അതിനനുസരിച്ചിട്ടാണ് അവരുടെ ആ ഒരു പദവി തന്നെ നിശ്ചയിക്കപ്പെടുന്നുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണത് അല്ലേ. അപ്പോൾ ഓരോ റിച്ച് ആയിട്ടുള്ള ആളുകളും അവരുടെ കീഴിൽ ഒരു 100ഓളം അടിമകളെ വെക്കും. എന്തിനു വേണ്ടിയിട്ട്? അവർ ഭയങ്കര ഉയർന്ന സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പദവി അത്രയും ഉന്നത പദവിയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ 100 കണക്കിന് അടിമകളെയാണ് ഈ ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ സമ്പത്തുള്ള ആളുകൾ കൈവശം വെച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഈ ഒരു സ്ലേവറി അല്ലേ, അതായത് അടിമത്തം, ഈ അടിമത്തം അവസാനിക്കുന്നത് അല്ലെങ്കിൽ ടെക്നോളജിയും അടിമത്തവും എങ്ങനെയാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്, സാങ്കേതിക വിദ്യയും അതേപോലെ തന്നെ അടിമത്തവും, അത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഇങ്ങനെ ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് വന്നു, ആളുകളെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കണം എന്നില്ല, പല രീതിക്കുള്ള ഫാക്ടറികൾ വന്നു അല്ലേ, പല രീതിക്ക് ജോലി എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് കുറേ അധികം യന്ത്രങ്ങൾ വന്നു, കുറേ അധികം മെഷീൻസ് വന്നു അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ വർക്കേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത്രയും കഠിനമായിട്ടുള്ള ജോലികളൊന്നും ഈ അടിമകളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അങ്ങനെ ഈ ഒരു ഫാക്ടറീസും അതേപോലെ തന്നെ പുതിയ പുതിയ മെഷീൻസും വന്നതോട് കൂടിയിട്ട് ഇങ്ങനെ ആളുകളെ തടവിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യമില്ല, മെഷീൻ യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിക്കായി അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം അവസാനിപ്പിക്കാനായിട്ട് ഈ രീതിക്ക് സഹായിച്ചു എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കുക. ഇനി ഇതെല്ലാം അടിമത്തം എന്ന് പറയണതെല്ലാം അവസാനിച്ചു അല്ലെങ്കിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, അർബനൈസേഷൻ വന്നു, സിറ്റീസ് ഡെവലപ്പ് ചെയ്തു, അങ്ങനെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഇതെല്ലാം പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, അസമത്വം നിലനിൽക്കുന്നുണ്ട്, ഇനീക്വാളിറ്റി നിലനിൽക്കുന്നുണ്ട് അല്ലേ. അതായത് ഈ ഒരു സ്ലേവറി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അടിമത്വവും അതേപോലെ തന്നെ ഈ ഒരു അടിമത്തം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ അതിൻ്റെ എന്താണ് ഒരു പിന്തുടർച്ച എന്ന് പറയുന്ന രീതിക്ക് ആ ഒരു എക്സാക്റ്റ് ടേം അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അടിമത്തം എന്നുള്ള ടേം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും എന്താണ് പണക്കാരായിട്ടുള്ള ആളുകൾ ഉന്നതരാണ് അല്ലെങ്കിൽ അവർ ടോപ്പ് പൊസിഷനിലാണ്. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു പണമില്ലാത്ത അധികം സമ്പത്തില്ലാത്ത ആളുകൾ ഈ ഒരു ലോവർ പൊസിഷനിലാണ് അല്ലെങ്കിൽ അടിയിലെ തട്ടിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ആളുകളാണ് എന്നുള്ള രീതിക്ക് ഇപ്പോഴും എന്ത് ചെയ്യണുണ്ട്, കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും കണക്കാക്കുന്ന ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ സ്കിപ്പ് ചെയ്യാതെ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റ് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എസ് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതേ പോയിന്റ്സ് തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഇത്ര വേണ്ട എന്ന് മാത്രം. ഓക്കെ, ഇനി 2 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും 1 2 മാർക്സ് ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സും അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിൻ്റെ ജസ്റ്റ് പാസ് ബാച്ച് തലേ ദിവസം നമുക്ക് പഠിച്ചാലും കിട്ടും എന്നുള്ള രീതിക്ക്, നിങ്ങൾ ഈ വീഡിയോ ഇനിയിപ്പോൾ തലേ ദിവസമാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട, തലേ ദിവസം കണ്ടാലും പഠിക്കാൻ പറ്റും എന്നുള്ള രീതിക്ക്, നിങ്ങൾക്ക് ഒരുവിധം എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം കണ്ടാൽ പോലും പഠിക്കാൻ പറ്റും എന്നുള്ള രീതിക്കാണ് നമ്മുടെ 1 അവറിൻ്റെ താഴെയുള്ള ഒരു റെക്കോർഡഡ് ക്ലാസ്സും പിന്നെ PDF ആണുള്ളത്. അപ്പോൾ വേണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ, നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ താങ്ക് യു.